തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. 8 വയസ്സുള്ള അരുൺകുമാറിന്റെയും 15 വയസ്സുള്ള സജിക്കുട്ടന്റെയും മൃതദേഹങ്ങളാണ് ഇന്നലെ കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 2-ാം തീയതി മുതലാണ് സജിക്കുട്ടനെയും അരുൺകുമാറിനെയും കാണാതായത്. വ്യാഴാഴ്ചയോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ കുട്ടികൾക്കായി നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്നാണ് പോലീസിന്റെയും വനവകുപ്പിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെയോടെ ശാസ്താംപൂവ് കോളനിക്ക് സമീപത്തുള്ള ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെ 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. മരത്തിൽ നിന്ന് വീണ് മരിച്ചതിന് സമാനമായ രീതിയിലായിരുന്നു മൃതദേഹം. അരുൺകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും 500 മീറ്ററോളം മാറിയാണ് സജിക്കുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. വനാതിർത്തിയിലെ ഫയർ ലൈനിന് സമീപമായിരുന്നു ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അരുൺകുമാറിന്റെ മൃതദേഹം കൂടുതൽ പഴകിയ നിലയിലായിരുന്നു. 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തേൻ ശേഖരിക്കാൻ പോയപ്പോൾ വീണു മരിച്ചതാണോ എന്ന സംശയമുള്ളതായി റൂറൽ SP വ്യക്തമാക്കി. ഇരു മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടക്കും. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അമൃത ന്യൂസ്, തൃശൂർ.